ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെയും 1 ലക്ഷത്തോളം തീർത്ഥാടകർ അയ്യനെ ദർശിക്കാനായി എത്തി. വിവിധയിടങ്ങളിൽ തീർത്ഥാടകരെ തടഞ്ഞ ശേഷമാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. സന്നിധാനത്തു നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് കൂടാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും അതിനനുസരിച്ചുള്ള ഓരോ നടപടിക്രമങ്ങളിലേക്ക് നിയന്ത്രണങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതിലേറ്റവും പ്രധാനമായി പറയേണ്ടത് നിലയ്ക്കലും ഇലവുകലും എല്ലാം തന്നെ തീർത്ഥാടകരെ തടഞ്ഞു വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകുന്നു. ശരാശരി 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ സന്നിധാനത്ത് താങ്ങുന്നതിലധികമുള്ള തീർത്ഥാടകരുടെ എണ്ണമാകും ഇത്. ഇനി മണ്ഡലപൂജ ദിവസത്തേക്ക് അതോടൊപ്പം തന്നെ കേരളത്തിൽ അവധിയുടെ ദിവസങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മലയാളികളായ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ വർധന ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് നിലവിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. അത് പ്രത്യേകിച്ച് ഈ തീർത്ഥാടകരെ നിയന്ത്രിക്കും എന്ന് പറയുമ്പോൾ നിയന്ത്രിച്ചിടുന്നതല്ലാതെ അവർക്ക് വേണ്ട യാതൊരു സൗകര്യങ്ങളും അവിടെയൊന്നും തന്നെ ഒരുക്കി കൊടുക്കുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി വിലങ്ങുതടിയായി എല്ലാം തന്നെ നിലവിലുള്ളത്. കുഞ്ഞ് മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരും ഒക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പ്രായമായവർക്കും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം മണ്ഡലകാലത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇതുവരെയും ചെയ്തു തീർത്തിട്ടില്ല. ക്യൂ കോംപ്ലക്സുകളിലടക്കം കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താതെ പോകുന്നു. ഇതൊക്കെ തന്നെ വലിയ ഒരു പ്രതിസന്ധിയായി തീർത്ഥാടകർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായി നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും വിരിവെക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ സന്നിധാനത്ത് നേരത്തെ അപര്യാപ്തമാണ്. അതോടൊപ്പം തന്നെ ഈ ക്യൂ കോംപ്ലക്സുകളിൽ തീർത്ഥാടകരെ പിടിച്ചെടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. എത്ര സമയം വേണമെങ്കിലും ക്യൂ നിൽക്കാം, പക്ഷേ അടിസ്ഥാനമായി ഭക്ഷണവും വെള്ളവും അടക്കം നൽകുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകണമെന്നാണ് ഭക്തർ പറയുന്നത്. കാരണം 15-16 മണിക്കൂറുകളൊക്കെ തന്നെ ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്തായാലും അതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് ഈ വരുന്ന 3 ദിവസങ്ങളിലും 90-ലധികം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് വരാനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിലൂടെ തീർത്ഥാടകരുടെ എണ്ണം വേറെയുമാണ്. അത്തരത്തിൽ വലിയ ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമെല്ലാം തന്നെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പോലീസ് ആലോചിക്കുന്നുമുണ്ട്. എന്തായാലും രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഭക്തജന തിരക്ക് സന്നിധാനത്ത് വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീർത്ഥാടകരുടെ ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആലോചിക്കും. ഇനി മണ്ഡലപൂജ സമയത്തേക്ക് ഡിസംബർ 27-നാണ് മണ്ഡലപൂജ നടക്കുന്നത്. ആ സമയത്തേക്ക് വലിയൊരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിനനുസരിച്ചാണ് കൂടുതൽ പോലീസുകാരെ സന്നിധാനത്തേക്ക് വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്.